ഇന്നൊരു തീർത്ഥയാത്രയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകം ക്ഷേത്രം, ആഴിമല ക്ഷേത്രം, ചെങ്കൽ ക്ഷേത്രം, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ മണ്ടക്കാട് ക്ഷേത്രം, കന്യാകുമാരി ക്ഷേത്രം എന്നീ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ച് തിരികെ എത്തുന്ന ഒരു തീർത്ഥാടന യാത്ര. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരുള്ള ഭക്തജനങ്ങൾ മണ്ടക്കാട് ദേവീക്ഷേത്രത്തിലേക്ക് പൊങ്കാല സമർപ്പണത്തിന് വേണ്ടി പോകുന്ന ടൂറിസ്റ്റ് ബസ്സിലാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യാത്രയിലെ ആദ്യ ലക്ഷ്യസ്ഥാനമായ തിരുവനന്തപുരം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലാണ് ആദ്യമെത്തിയത്. 600 വർഷത്തിലേറെ പഴക്കമുള്ള കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം തിരുവനന്തപുരത്ത് പാർവതി പുത്തനാറിന്റെ തീരത്ത് കരിക്കകം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ ചാമുണ്ഡി ദേവിയുടെ 3 അവതാരങ്ങളിൽ ഒന്നായിട്ടാണ് കരിക്കകത്തമ്മയെ കണക്കാക്കുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് ഒരു സർപ്പക്കാവുമുണ്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിൽ നിന്നും 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് പിന്നീട് പോയത്. തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് പുളുങ്കുടി എന്ന സ്ഥലത്ത് കടലിനോട് ചേർന്നാണ് ആഴിമല ശിവക്ഷേത്രത്തിന്റെ സ്ഥാനം. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത. 58 അടി ഉയരമുള്ള ഭഗവാന്റെ ശില്പം മഹാദേവന്റെ ശിരസിൽ ഗംഗാദേവിയെ വഹിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം KSRTC ഡിപ്പോയിൽ നിന്നും ആഴിമല ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട്. രാവിലെ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച കഞ്ഞിയും പയറും അച്ചാറും ചേർത്ത് കഴിച്ചതിന് ശേഷമാണ് ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിലേക്ക് പോയത്. മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിലാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെത്തിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ശിവലിംഗമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. 111 അടി ഉയരമുള്ള ശിവലിംഗം 2012 നിർമ്മാണം തുടങ്ങി 6 വർഷമെടുത്താണ് പണി പൂർത്തിയാക്കിയത്. 8 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന ശിവലിംഗത്തിന്റെ 6 നിലകൾ മനുഷ്യ ശരീരത്തിലെ ചക്രങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന ഊർജ്ജ കേന്ദ്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു. 1-ാം നിലയിൽ അഭിഷേകം നടത്തുവാനുള്ള സൗകര്യവുമുണ്ട്. ഹിമാലയത്തിലെ 7 കുന്നുകളെ പ്രതീകമാക്കിയാണ് മുകളിലേക്കുള്ള പാത നിർമ്മിച്ചിരിക്കുന്നത്. ഗുഹയ്ക്ക് സമാനമായ ഇടുങ്ങിയ വഴിയിൽ കൂടി നടന്ന് മുകളിലെത്തുമ്പോൾ 1000 ഇതളുകളോടുകൂടിയ താമരപ്പൂവിന്റെ കീഴിൽ ശിവപാർവതിമാരെ ദർശിക്കാം. കൈലാസമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അതിനുശേഷം വൈകുണ്ഠത്തേക്കാണ് പോകുന്നത്. അനന്തന്റെ പുറത്ത് ശയിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിനെയും ദശാവതാരങ്ങളെയുമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തുടർന്ന് ദേവലോകവും കണ്ടിട്ടാണ് പുറത്തേക്ക് വരുന്നത്. നിലവിൽ 200 രൂപയാണ് മഹാശിവലിംഗത്തിനകത്ത് കയറുവാനുള്ള ടിക്കറ്റ് ചാർജ്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തന്നെയുള്ള മണ്ടക്കാട് ഭഗവതിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്ത് നാഗർകോവിലിൽ നിന്നും 20 കിലോമീറ്റർ ദൂരെ കുളച്ചലിന് സമീപം മണ്ടക്കാട് എന്ന സ്ഥലത്താണ് മണ്ടക്കാട് ഭഗവതിയമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീചക്രത്തിന് മുകളിലുള്ള ഒരു ചിതൽപുറ്റിന് മുകളിലാണ് മണ്ടക്കാട് ഭഗവതി കുടികൊള്ളുന്നതെന്ന വിശ്വാസമാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. മാർച്ച് മാസത്തിൽ നടക്കുന്ന കൊടമഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കൊടമഹോത്സവത്തോടനുബന്ധിച്ചാണ് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി ഭക്തർ ഇവിടെ എത്തുന്നത്. ഭക്തർക്ക് ഏത് സമയത്തും പൊങ്കാല അർപ്പിക്കുകയും സ്വയം നിവേദിക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. മണ്ടക്കാട് ഭഗവതിക്ക് പൊങ്കാല സമർപ്പണം നടത്തുവാനും ക്ഷേത്ര ദർശനം നടത്തുവാനും എത്തിയിരുന്ന സ്ത്രീ ഭക്തജനങ്ങൾ ശബരിമലയ്ക്ക് സമാനമായി ഇരുമുടിക്കെട്ടുമായാണ് മുമ്പ് എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തർ വളരെ കുറവാണ്. ക്ഷേത്രത്തിനടുത്തായി മനോഹരമായ ഒരു കടൽ തീരമുള്ളതുകൊണ്ട് കുറച്ചു സമയം അവിടെ ചെലവഴിക്കാം.
മണ്ടക്കാട് ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണവും ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് 35 കിലോമീറ്റർ അകലെയുള്ള കന്യാകുമാരിയിലെത്തിയത്. കന്യാകുമാരിയിലെത്തിയപ്പോഴേക്കും സൂര്യൻ അറബിക്കടലിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നുവെങ്കിലും അസ്തമയത്തിന് ശേഷമുള്ള വർണ്ണക്കാഴ്ച അതിമനോഹരമായിരുന്നു. ദൂരെ ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്ന വിവേകാനന്ദ പാറയും സമീപത്തായി തിരുവള്ളൂർ പ്രതിമയും കണ്ടു. കടൽക്കാറ്റേറ്റ് കടൽ തീരത്തെ കാഴ്ചകളും കണ്ട് വെറുതെ നടന്നു. പോകുന്ന വഴിക്ക് അക്വേറിയവും ഗാന്ധി സ്മൃതി മണ്ഡപവും കാണുവാൻ കഴിഞ്ഞു. കുതിരസവാരിയും കുട്ടികൾക്ക് സഞ്ചരിക്കുവാനുള്ള ചെറുവാഹനങ്ങളും രസകരമായ കാഴ്ചകളായിരുന്നു. കന്യാകുമാരി കടൽ തീരത്തെ തിരക്കും കാഴ്ചകളും ആസ്വദിച്ച് വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ടിങ്ങിന്റെ എൻട്രൻസിലെത്തിയതിനു ശേഷം കന്യാകുമാരി ദേവീ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് വഴിയിൽ കണ്ട ഒരു ഇലക്ട്രിക് വാഹനത്തിൽ കയറി നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തി. ഈ വണ്ടിയിലെ എല്ലാ ലേഡീസ് തന്നെ ഡ്രൈവേഴ്സ് കുടുംബശ്രീ ഇവിടെ ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്. അതല്ല കേട്ടെ കപ്പലിനെ